റോഷൻ തുടങ്ങിയ 10-55ഓളം ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്ത നമ്മുടെ എല്ലാം പ്രിയങ്കരനായ താരം അമൃത ടിവിയിലെ ഫൺസ് അപ്പോൺ എ ടൈം എന്ന സൂപ്പർ കോമഡി പാരഡി ഷോ നിങ്ങളുടെ എല്ലാം സ്വന്തം കേശവ മാമനെ ഞാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. നല്ലൊരു കൈയ്യടി കൊടുക്കുക. ഹലോ 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 എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാം കാണുവാൻ സാധിച്ചതിൽ. ഞങ്ങൾ ഏകദേശം ഒരു മാസത്തിൽ കൂടുതലായി ഇവിടെ എത്തിയിട്ട് കുറേ ഷോകളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി ജനുവരി ലാസ്റ്റോട് കൂടിയാണ് നാട്ടിലേക്ക് തിരിക്കുന്നത്. അപ്പൊ അതിനിടയിൽ നിങ്ങളെ എല്ലാവരെയും വന്ന് കാണാനായിട്ട് സാധിച്ചത് ഒരുപാട് സന്തോഷം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നേരുകയാണ്. പുതുവത്സര ആശംസകൾ നേരുന്നു. അപ്പൊ എന്തായാലും സമയം കളയണ്ട മാമൻ. അപ്പൊ ഞാൻ ഒരു സംഭവം കേട്ടിരുന്നു. മെഗാസ്റ്റാർ മമ്മൂട്ടി, നമ്മളെല്ലാം സ്നേഹത്തോടെ വിളിക്കുന്ന മമ്മൂക്ക, നിങ്ങളെ കുറിച്ചൊരു ഡയലോഗ് പറഞ്ഞിരുന്നു. കല്യാണത്തെ എന്നില്ല എന്നുള്ള അദ്ദേഹം പാടി അഭിനയിച്ച സിനിമയിലെ ഒരു ഒത്തിരി പാരഡി പാട്ടുകൾ ഇപ്പൊ പിഷാരയുടെ പരിപാടിയിലൂടെ വന്ന് കേശവ മാമനായിട്ടാണ് ഫിഗറിലല്ല ഞാനിപ്പോ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഒത്തിരി പാട്ടുകളുണ്ട്. അതില് കുറച്ച് പാട്ടുകൾ നമുക്ക് എന്തായാലും ഇവിടെ കേൾക്കാം. നല്ല കയ്യടി ആയിക്കോട്ടെ, എന്തിനാണ് ഒരു എനർജി ഉണ്ടാവുക. അപ്പൊ ആ ഗാനം തന്നെ നമുക്ക് ആദ്യം കേൾക്കാം. കല്യാണം ജോണില തിരുവോണം നാളില ചെക്കൻ ദുബായില അവനാടെ ലീവില്ല ബ്ലോക്കാണ് വൈറ്റില ഷോർട്ട് കട്ട് വെണ്ണല ആധാരം ബാങ്കില കല്യാണം ജോണില തിരുവോണം നാളില ചെക്കൻ ദുബായില അവനാടെ ലീവില്ല. താങ്ക് യു. അപ്പൊ ഒത്തിരി ആമാശയത്തെ കുറിച്ചിട്ടുള്ള ഒരു പാട്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ സുഹൃത്തുക്കള് അതിന്റെ ഒറിജിനൽ മറന്നുപോയി. അതായത് പടത്തില് ഞാനൊരു പോലീസ് വേഷം ചെയ്തായിരുന്നു. ഞാനൊരു വിജയേട്ടനുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഉച്ച സമയപ്പോഴേക്കും ഡയറക്ടർ ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചോളാം. അപ്പൊ ഈ എന്റെ കൂടെ നിന്ന് ചേട്ടൻ പറഞ്ഞ സുധീറെ കറക്റ്റ് സമയത്തൊക്കെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ അപ്പൊ ആമാശയത്തിനൊക്കെ അത് വിഷയം എന്താണെന്ന് പണി കിട്ടും. അപ്പൊ തന്നെ എനിക്ക് ഫസ്റ്റ് വരിയേറ്റ് കിട്ടി ആമാശയം. ഞാൻ റൂമിൽ ചെന്നിട്ട് ഒരു ഡോക്ടറോട് ചോദിച്ചു, സുഹൃത്തിനോട് ചോദിച്ചു, ചെറുകൂട്ടൽ വൻകൂടലൊക്കെ എവിടെയെന്നൊക്കെ അന്വേഷിച്ചിട്ട് ആ പാട്ട് പൂർത്തീകരിച്ചു. അങ്ങനെയാണ് ആമാശയം എന്നുള്ള ഗാനം അല്ലേ? അത് കേട്ടോ. ചെറുകുടലിൽ ചാടി വൻകുടലിൽ മീതെ സൈലന്ത സ്ഥിതി ചെയ്യുന്നു. നമ്മൾ തിന്നും എല്ലാ കശദിശയും ദഹിപ്പിച്ചു കളയുന്നു. നമ്മൾ തിന്നും എല്ലാ കശദിശയും ദഹിപ്പിച്ചു കളയുന്നു. ദേശം ചീരായിരുന്നു
ചോറും തിന്ന കൈകൾ ഒന്നു കഴുകിടാനായി സാധ്യമോ കഴുകിടാനായി മോഹം കൈയിൽ വേസ്റ്റ് പോലും ഇല്ലതേ ഇനിയുമീ കയറാനായി മോ ശ്രീരാജമ വിശന്നു ഞാനാ ഹോട്ടലിൽ ചെന്നുണ്ണുവ പാൽപായസം ചോറിന്റെ കൂടെ കറികളും അതിലേറെ ആക്രാന്തമോടെ തിന്നു ഞാൻ വയറിന്റെ ഉള്ളിൽ സ്തംഭനം ഇനി ജൂസുരൽപ്പം മോന്തിടാം ശ്രീരാജമ വിശന്നു ഞാനാ ഹോട്ടലിൽ ചെന്നുണ്ണുവാ. താങ്കൾ സുഹൃത്തുക്കള് ഒരു മോട്ടിവേഷൻ ആയി സുഹൃത്തുക്കളൊപ്പം ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. അതെ, അപ്പോ കഴിച്ചില്ലെങ്കിലും നമ്മളവരോട് കമ്പനിക്ക് കൊടുക്കും. ഒരു ആഘോഷവേള ഏതായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്കൊരു മോട്ടിവേഷൻ പോലെ ഒരു പാട്ട് ഞാൻ പരിപാടിയിൽ എഴുതിയായിരുന്നു. തൂവാനത്തുമ്പിയുള്ള ആ ഒരു ഗാനത്തിന്റെ പാരഡി നമുക്കത് കേട്ട് നോക്കാം അല്ലെ. ും